വളരെക്കാലം മുമ്പ് ഹസ്തിനപുരി രാജ്യത്ത് ഒരു കൗതുകകരമായ കഥ വികസിച്ചു, ഒരു മുഴുവൻ യുഗത്തിൻ്റെയും വിധി നിർണ്ണയിക്കുന്ന ഒന്ന്. ഇന്ന് മഹാഭാരതത്തിലെ നായകന്മാരായ പാണ്ഡവർ എങ്ങനെ ജനിച്ചു എന്ന അസാധാരണമായ കഥയിലേക്ക് നമ്മൾ മുഴുകും. നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഹസ്തിനപുരിയിലെ രാജാവായ പാണ്ഡുവിൽ നിന്നാണ്. മഹത്വം പ്രാപിക്കാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, പക്ഷേ ദുരന്തത്താൽ ശപിക്കപ്പെട്ടവൻ. കുട്ടികളെ ജനിപ്പിക്കാൻ ശ്രമിച്ചാൽ പാണ്ഡു മരിക്കുമെന്ന് ഒരു മുനി ശപിച്ചു. തൻ്റെ പാരമ്പര്യം തുടരാൻ അവകാശികളുണ്ടാകില്ലെന്ന് അറിയുന്ന ഒരു രാജാവിൻ്റെ വേദന സങ്കൽപ്പിക്കുക. പക്ഷേ വിധിക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പാണ്ഡുവിൻ്റെ ആദ്യ ഭാര്യയായ കുന്തി രാജ്ഞിയിലേക്ക് പ്രവേശിച്ചു. ചെറുപ്പത്തിൽ തന്നെ ദുർവാസ മുനി കുന്തിക്ക് ഒരു ശക്തമായ മന്ത്രം നൽകി അനുഗ്രഹിച്ചു. ഈ മന്ത്രം ഏത് ദേവതയെയും വിളിച്ച് അവരുടെ അനുഗ്രഹത്താൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവളെ അനുവദിച്ചു. അവിശ്വസനീയം അല്ലേ? പാണ്ഡുവിൻ്റെ അനുമതിയോടെ കുന്തി ഈ മന്ത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ആദ്യം അവൾ ധർമ്മദേവനായ യമനെ വിളിച്ചു. അങ്ങനെ അവളുടെ ആദ്യ പുത്രനായ യുധിഷ്ഠിരൻ ജനിച്ചു. സത്യത്തിൻ്റെയും നീതിയുടെയും പ്രതീകമാകാൻ അവൻ വിധിക്കപ്പെട്ടിരുന്നു. അടുത്തതായി കുന്തി വായുദേവനെ വിളിച്ച് അപാരമായ ശക്തിയുള്ള ഒരു കുട്ടിയായ ഭീമനെ പ്രസവിച്ചു. ഐതിഹ്യം പറയുന്നത് കുഞ്ഞൻ ഭീമന്റെ നിലവിളി ഭൂമിയെ വിറപ്പിച്ചു. ഒടുവിൽ അവൾ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ വിളിച്ചു. ഫലം ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളിയായ അർജുനൻ. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ മാദ്രിയുമായി കുന്തി മന്ത്രം പങ്കുവച്ചപ്പോൾ അവളുടെ ദയ തിളങ്ങി. മാദ്രി ആകാശ വൈദ്യന്മാരായ അശ്വിനി ഇരട്ടകളെ വിളിച്ചു. നകുല, സഹദേവ എന്നീ 2 പുത്രന്മാരെ പ്രസവിച്ചു. അവർ സൗന്ദര്യത്തിനും മൃഗങ്ങളോടുള്ള കഴിവിനും അചഞ്ചലമായ വിശ്വസ്തതയ്ക്കും പേരുകേട്ടവരായിരുന്നു. അങ്ങനെ പാണ്ഡവർ ജനിച്ചു. സഹോദരന്മാരായി മാത്രമല്ല, ദേവന്മാരുടെ അനുഗ്രഹം വഹിക്കുന്ന ദിവ്യന്മാരായി. മഹാഭാരത യുദ്ധത്തിലും ഭാരതവർഷത്തിന്റെ വിധി രൂപപ്പെടുത്തുന്നതിലും അവരിൽ ഓരോരുത്തർക്കും സവിശേഷമായ പങ്കുണ്ട്. ശാപങ്ങളും വെല്ലുവിളികളും നേരിടുമ്പോഴും ദൈവം വിധി നിറവേറ്റാൻ നിഗൂഢമായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് പാണ്ഡവരുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാഭാരതത്തിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട നിമിഷം ഏതാണ്? താഴെയുള്ള അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കൂ.